ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനോട് പെട്ടെന്ന് തന്നെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് ഈ ബ്രിജിത്ത മമ്മിയും മുത്തശ്ശനും തമ്മിലുള്ള ബന്ധം ചോദിക്കുമ്പോൾ പെട്ടെന്ന് അലീന ആകെ വല്ലാതാവുന്നുണ്ട്. അപ്പോൾ അലീന പിന്നെ പറയുന്നുണ്ട് അത് പിന്നെ കുറച്ച് ഡൊണേഷനൊക്കെ കൊടുത്തിരുന്നു എന്ന് ബ്രിജിത്ത മമ്മി എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ചിരിക്കുകയാണ് കേട്ടോ. ഡൊണേഷനോ? അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത ആളാണ് ഈ കുഞ്ഞിരാമമേനോൻ. ആ ആള് ഡൊണേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിശ്വാസമില്ല എങ്കിലും വിചാരിക്കാം പൈസ കാലത്ത് എന്തെങ്കിലും മനംമാറ്റം ഉണ്ടായി കൊടുത്തതാണെന്ന്. പക്ഷേ കഴക്കൂട്ടത്ത് തന്നെ പോയി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എത്രയോ അനാഥാലയങ്ങളുണ്ട്, കരുണാലയം, ശാന്തി ഭവനം, അങ്ങനെ ഒരുപാട് അനാഥാലയങ്ങളുണ്ട്, അവിടെ കൊടുത്തൂടെ? സാർ മരുന്ന് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വിഷയം മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ കഴിക്കുക അവിടെ ഇരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ അലീനൊന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കൂട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ വീണ്ടും പറയാണ് കേട്ടോ, ഇത്രയും ദൂരത്ത് വന്നിട്ട് അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത്ര വിശ്വസനീയമില്ല. പിന്നെ ബ്രിജിത്ത മമ്മി ഒരിക്കലും ഇവിടെ വന്നിരുന്നു അല്ലേ എന്ന് പറയാം കേട്ടോ. അപ്പോൾ വന്നിരുന്നു, സഹായത്തിന് വേണ്ടിയിട്ടാ. ബ്രിജിത്ത മമ്മിക്ക് അസുഖമായിരുന്നല്ലോ എന്ന് പറയും കേട്ടോ. ലിവർ സിറോസിസ് അല്ലായിരുന്നു എന്ന് പറയും. അത് ശരിയാ, അപ്പോൾ സഹായത്തിന് വന്നതായിരിക്കും അല്ലേ? അതെ. അപ്പോൾ എത്ര എന്തെങ്കിലും പറഞ്ഞോ നോക്കിട്ടോ. അപ്പോൾ അതൊന്നും അറിയില്ല എന്ന് പറയും. അതും ഓക്കെ, പക്ഷേ കുഞ്ഞിരാമമേനോൻ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന സമയത്ത് കഴക്കൂട്ടം വരെ വന്നത് അതെന്തിനാണെന്നറിയോ? അപ്പോൾ അലീന പിന്നെയും സാറ് മരുന്ന് കഴിക്കുന്നില്ലേ? കഴിച്ചോളാം, 2 മിനിറ്റ് കഴിയട്ടെ, അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെക്കാൻ പറയാണ് കേട്ടോ. അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്നാണെന്നേ. അപ്പോൾ പറയുന്നുണ്ട്, അല്ല കുഞ്ഞിരാമേനോൻ അവിടെ വന്നിട്ട് അലീനനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. കണ്ടു. പിന്നെ ആരൊക്കെ കണ്ടു നോക്കിട്ടോ. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അലീനോട് എന്താ പറഞ്ഞത്? തലയെ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് നന്നായി വരുന്നു പറഞ്ഞു. അത് തന്നെ. ആര്? മുത്തശ്ശൻ എന്ന് പറയാൻ കേട്ടോ. മുത്തശ്ശൻ, അതെ അത് തന്നെ മുത്തശ്ശൻ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ എഴുന്നേൽക്കാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ആകെ അബദ്ധം പറ്റിയ പോലെ ആവട്ടെ. അല്ല, മുത്തശ്ശിയുടെ ഹസ്ബൻഡ്? അതെ, മുത്തശ്ശിയുടെ ഹസ്ബൻഡ് മുത്തശ്ശൻ കുഞ്ഞിരാമമേനോൻ അവിടെ വന്ന് തലയെ കൈവച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത പാപങ്ങളെല്ലാം തീർന്നു എന്നങ്ങേര് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? നോക്കുമ്പോൾ അലീന ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണേ. അല്ല, ഈ മുത്തശ്ശൻ അവിടെ എന്തെങ്കിലും തന്നോ നോക്കിയേ. പൈസ കൊടുത്തു. എത്ര? 70,000 രൂപ. 70,000 രൂപ. കൊള്ളാം, നന്നായിട്ടിട്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. ഏറെക്കുറെ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കേട്ടോ. അപ്പോൾ അലീനയ്ക്കും മനസ്സിലാവാണ് കേട്ടോ ബാലേന്ദ്രൻ്റെ എന്തൊക്കെയോ അറിയാമെന്നുള്ള കാര്യം. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, എന്തായാലും കൊള്ളാം, ചെയ്ത പാപങ്ങളൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ സാർ ഇനി ഞാൻ എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും ബാലേന്ദ്രൻ വീണ്ടും പല ചോദ്യങ്ങളും ചോദിക്കുകയാണ് കേട്ടോ. ബ്രിജിത്ത മമ്മിയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞിരാമേനോനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് കേട്ടോ, ഓരോരോ കാര്യങ്ങൾ. ലാസ്റ്റ് ബാലേന്ദ്രൻ പറയാണ്, എന്തായാലും കൊള്ളാം, പെട്ടെന്നേ പോയി അങ്ങേര് അല്ലേ എന്ന് പറയാം കേട്ടോ. സാർ ഗുളിക എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കണം. ശരി, കഴിക്കാന്ന് പറഞ്ഞിട്ട് അത് കഴിക്കുകയാണ്. എന്നിട്ട് പറയുകയാണേ, ശരിക്കും ഈ സമയത്ത് അങ്ങേര് ജീവിച്ചിരിക്കണമായിരുന്നു, നല്ല രസമായിരുന്നു, ഗാലറിയിൽ ഇരുന്ന് കളി കാണായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ നേരത്തെ പോയി എന്ന് പറയട്ടോ. ആരാ ആദ്യം പോയത്? ബ്രിജിത്ത മമ്മിയാണോ എൻ്റെ അമ്മായിച്ചനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രിജിത്ത മമ്മി എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിനുശേഷം അലീനോട് പറയണം, എന്തായാലും നീ ഇതൊന്നും കേട്ടിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ എൻ്റെ ഓരോ നേരം പോക്കിന് ഇവിടെ ഇരുന്ന് ഓരോന്നോ ആലോചിച്ച് കൂട്ടിയിട്ട് നിന്നോട് ചോദിക്കുന്നതാണ്. നീ അത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുകയാണെ. അതിനുശേഷം അലീനയുടെ തലയിൽ കൈ വെച്ചിട്ട് പറയുകയാണെ, നിന്നെ എനിക്കിഷ്ടമാണ്, നിന്നെ കിട്ടിയതിൻ്റെ എൻ്റെ ഭാഗ്യമാണ്, നീ എൻ്റെ പെറ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നീ ഇല്ലെങ്കിൽ ഞാനില്ല ഇന്നിപ്പോൾ ഈ അവസ്ഥയിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് കേട്ടോ. കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകി അലീന വേഗം തന്നെ അവിടുത്തെ ആ പാത്രങ്ങളൊക്കെ എടുത്ത് കിച്ചണിലേക്ക് ഓടിയിട്ട് അവിടെ നിന്നിട്ട് പൊട്ടി കറിയാണ് കേട്ടോ. കാരണം ബാലേന്ദ്രനോട് നോണയാണല്ലോ താൻ ഇത്രയും പറയുന്നത് എന്നാലോചിച്ചിട്ട്. അതിന് ശേഷം മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ. അപ്പോഴും അലീനയുടെ മുഖത്ത് വിഷമാണ്, പക്ഷേ എങ്കിലും അലീന പെട്ടെന്ന് തന്നെ സന്തോഷം ഇങ്ങനെ കാണിക്കുകയാണ്. മുത്തശ്ശി എഴുന്നേറ്റൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പതുക്കനെ എഴുന്നേറ്റൊക്കെ നോക്കുകയാണ്. പക്ഷേ ഇത് ആരും അറിയണ്ട കേട്ടോ. അതെന്താ? അതെ, ഇത് വൈജയന്തി എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിലേ അവൾ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും, അത് ഉറപ്പാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മേഡം പറഞ്ഞയച്ചാലും എന്നെ സാറ് പറഞ്ഞയക്കുന്നു തോന്നുന്നില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എനിക്ക് അവനോട് ചോദിച്ചൂടെ അവൻ്റെ മനസ്സിൽ എന്താണെന്ന്. എനിക്കറിയില്ല മുത്തശ്ശി മനസ്സിൽ എന്താണ് സാറിൻ്റെന്ന്. സാറ് ചിലപ്പോൾ നല്ല സ്നേഹത്തിലാവും പെരുമാറാം, പക്ഷെ ചില നേരത്ത് പൊട്ടിത്തെറിക്കും.
എന്തൊക്കെയോ മനസ്സിലുണ്ട് എന്നൊരു തോന്നൽ എന്ന് പറയട്ടോ. എന്ത്? സാറിന് മേഡത്തെക്കുറിച്ച് എന്തൊക്കെയോ അറിഞ്ഞിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. പഴയ കാര്യങ്ങൾ. എന്ത് പഴയ കാര്യങ്ങൾ? എന്ത് പഴയ കാര്യങ്ങളെ കുറിച്ചാണ് നീ പറയുന്നത് എന്ന് മുത്തശ്ശി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണേ. അല്ല, ഗംഗാധര മേനോൻ സാറ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നല്ലോ, ആഗ്രയിലെ കഥ നിന്റെ ആഗ്രയിലെ കഥ ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കള് നിന്നെ എടുത്ത് മീനച്ചിരാറ്റിൽ എറിയുന്നു. അങ്ങനെ അവൻ പറഞ്ഞോ? ആ പറഞ്ഞു. മാത്രമല്ല അടിക്കുകയും ചെയ്തില്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അവൻ എന്ത് പണിയാ കാണിച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നീ ആയ കാലത്ത് നല്ലപോലെ മതിച്ച് കൂത്താടി നടന്നവളല്ലേ എന്നും കൂടെ പറഞ്ഞു. ദൈവമേ, അവൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയും കേട്ടോ. എന്തായാലും ഗംഗാധര മേനോൻ സാറ് പോയപ്പോൾ എന്നോട് പറഞ്ഞത് ഈ കുടുംബം നോക്കണം എന്നാണ്. മാത്രമല്ല മേഡത്തിനെ കുറിച്ച് എന്തൊക്കെ ചില തെറ്റിദ്ധാരണകൾ ബാലേന്ദ്രൻ സാറിൻ്റെ മനസ്സിലുണ്ട് എന്നും കൂടെ എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. നിന്നോട് എന്തിനാണ് അവൻ അതൊക്കെ പറയുന്നത്? നീ ആരാണ് ഇവിടുത്തെ? നീ ഒരു വേലക്കാരിയല്ലേ ഇവിടുത്തെ? ജോലിക്കാരനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അവൻ നിന്നോടൊക്കെ പറഞ്ഞു പോയിട്ടുള്ളത്? അവൻ എന്താ ഇങ്ങനെ മണ്ടത്തരം കാണിക്കുന്നത് എന്ന് പറയണേ മുത്തശ്ശി. അപ്പോൾ അലീന പറയും, ഇത് മണ്ടത്തരല്ല, ബുദ്ധിയുള്ളതുകൊണ്ടാണ്. പക്ഷേ ആ ബുദ്ധി മേഡം കാണിക്കുന്നില്ല. മേഡത്തിന് ചിന്തിച്ചൂടെ തന്നെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറ ബാലേന്ദ്ര സാറിൻ്റെ മനസ്സിൽ പറ്റിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. ഒന്ന് ഒതുങ്ങിക്കൂടെ മേഡത്തിന് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ അതിന് മറുപടി ഒന്നും ഇല്ല. ഇവിടെ എല്ലാവരും ഒളിച്ചു കളിക്കുക, എല്ലാവരും, ബാലേന്ദ്ര സാറും മക്കളും അമ്മയും. ഇപ്പം ഞാനും ഒളിച്ചു കളിക്കുക. എനിക്ക് വേറെ നിവർത്തിയില്ലല്ലോ. മുത്തശ്ശിക്കും അറിയാം ചില ഉള്ളുകളികൾ, അതുകൊണ്ട് മുത്തശ്ശി ഒളിച്ചു കളിക്കുകയാണ് എന്ന് പറയാം കേട്ടോ. നിനക്ക് ബാലേന്ദ്രനോടൊന്ന് പറഞ്ഞു നോക്കിക്കൂടെ? അതിന് എല്ലാ സമയത്തും എന്നോട് സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്. ചില നേരത്ത് പൊട്ടിത്തെറിക്കും. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇവിടെ എല്ലാവരും ഒളിച്ച് കളിക്കട്ടെ, മുത്തശ്ശിയും ഒളിച്ച് കളിക്കി, മുത്തശ്ശിക്കും ചില കാര്യങ്ങൾ അറിയാം എന്ന് പറയണ്ട. എന്ത് കാര്യങ്ങൾ? നീ എന്ത് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്? നീ കുറേ നേരമായാലും പറയുന്നത് ഇത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മുത്തശ്ശിയോട്, സത്യം മാത്രമേ പറയാവൂ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്താ? മേഡത്തിന് ആഗ്രയിൽ വെച്ചിട്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. ഗംഗാധര മേനോൻ സാറിൻ്റെ അടുത്ത് പോയ സമയത്ത്. അപ്പോൾ നിന്നോട് ഇതാര് പറഞ്ഞു? പറഞ്ഞത് സത്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഏത് പെൺകുട്ടികൾക്ക് ചെറുപ്രായത്ത് പ്രണയമൊക്കെ ഇല്ലാതിരിക്കുക? അതങ്ങനെ അന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിനെന്താ എന്ന് ചോദിക്കട്ടോ. അല്ല, അതാരാ എന്ന് ചോദിക്കട്ടോ. അത് ഗംഗാധരൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പട്ടാളക്കാരനാണ്. അവനല്ലേ ഭാര്യയുടെ പ്രസവത്തിന് നോക്കാൻ വേണ്ടിയിട്ട് പെങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയത്. അപ്പോൾ അവനല്ലേ അവളെ ശ്രദ്ധിക്കേണ്ടത്. അവൻ കാരനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആരാ? അതൊരു പട്ടാളക്കാരനാണ്. അയാളെ പേരൊന്നും നീ അറിയണ്ട. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ഇനി പേരും നാളൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? അതിനെക്കുറിച്ചൊന്നും അറിയണ്ട. മാത്രമല്ല നീ ഇനി ഇതൊന്നും ആരോടും ചെയ്ത് പറയാനൊന്നും നിൽക്കണ്ട കേട്ടാ എന്ന് മുത്തശ്ശി ഇങ്ങനെ അലീനയോട് താക്കീത് ചെയ്യുകയാണേ. പിന്നെ ബാലേന്ദ്രൻ ഇങ്ങനെ ബെല്ലടിക്കാൻ കേട്ടോ. അപ്പോഴേക്കും അലീന പോകാൻ പോകുമ്പോഴേക്കും, എടി നിൽക്കടെ അവിടെ എന്ന് പറഞ്ഞിട്ട് ബബിത വരികയാണ് കേട്ടോ. നീ എങ്ങോട്ടാണ് പോകുന്നത്? സാറ് വിളിച്ചു. സാറ് വിളിച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ പോയിക്കോളാം. അല്ല, സാറ് വിളിക്കുന്നത് എന്നെയാണ് എന്ന് പറയട്ടോ. എന്താ, നിന്നെ മാത്രമേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ? ഞാൻ പോയി നോക്കട്ടെ അച്ഛൻ എന്താ പറയുന്നത്. ബബി, വെറുതെ അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിക്കേണ്ട. നിങ്ങളൊന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കി. അച്ഛനിപ്പോൾ നിങ്ങളെ കാണാനുള്ള ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, അച്ഛൻ്റെ മനസ്സ് ശരിയല്ല, അതുകൊണ്ടാണ്. ആരോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞാനൊരു കാര്യം ചെയ്യാം, മുകളിൽ ചെന്നിട്ട് പറയാം ബബിക്ക് കാണണമെന്ന്. അപ്പോൾ പിന്നെ നീ വന്ന് കണ്ടോ എന്ന് പറയുകയാണെ. അപ്പോൾ ബബിത പറയും, നിൻ്റെ അനുവാദം ചോദിച്ചിട്ട് വേണോ എനിക്ക് അച്ഛനെ കാണാനായിട്ട്? എൻ്റെ 18 വയസ്സായി. എനിക്ക് 18 വർഷമായി ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ തുടങ്ങിയിട്ട്. നീ ഇന്നലെ വന്നവളല്ലേ. ഇനി വലിയ ആളായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കണ്ട. എനിക്കറിയാം എൻ്റെ അച്ഛൻ എന്ത് വേണം എന്ത് വേണ്ടാന്നൊക്കെ. അപ്പോൾ വീണ്ടും ബെല്ലടിക്കാൻ നോക്കുകയാണ് കേട്ടോ. നോക്കല്ല, ബെല്ലടിക്കുകയാണ് ബാലേന്ദ്രൻ. അപ്പോൾ ഇവർ രണ്ടുപേരും ബെല്ലിലേക്ക് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം, നീ ഇവിടെ നിന്നാൽ മതി, ഞാൻ പോയിട്ട് എൻ്റെ അച്ഛനോട് ചോദിച്ചോളാം എന്താണെന്ന്. നിന്നെ മാത്രം കണ്ടാൽ പോരല്ലോ എന്ന് പറഞ്ഞിട്ട് കയറി പോവാണേ. അപ്പോൾ അലീനെ പേക്കിക്കൂടെ കയറി കാണുമ്പോൾ ബബിത പറയും, എങ്ങോട്ട് വരിക? എൻ്റെ പിന്നെ ഇവിടെ വരണ്ട, അവിടെ നിന്നാൽ മതി എന്ന് അലീനോട് പറയും. അങ്ങനെ അലീന അവിടെ തന്നെ നിൽക്കൂട്ടോ. പിന്നെ ബാബി ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലാണ്. അച്ഛാ വിളിച്ചോ എന്ന് ചോദിക്കാൻ കേട്ടോ. വിളിച്ചു, പക്ഷെ നിന്നെയല്ല എന്ന് പറയും കേട്ടോ. അച്ഛൻ എന്താ വേണ്ടത് എന്ന് ചോദിക്കും. എനിക്കെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നീ കൊണ്ടുതരുമോ? ഞാൻ കൊണ്ടുതരാം, അച്ഛൻ പറയും എന്ന് പറയട്ടോ. എനിക്ക് കൊഴുക്കട്ട വേണം. അതെ, ഈ തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുന്ന ഒരു കൊഴുക്കട്ടയില്ലേ, അത് ഒരു 5 എണ്ണം എടുത്തിട്ട് വായോ കേട്ടോ. എനിക്കറിയൂലേ കൊഴുക്കട്ട എന്താണെന്ന്? അറിയാം. എന്താ അത്? കൊഴുക്കട്ട കഴിച്ചിട്ടുണ്ടോ നീ? ഉണ്ട്, കഴിച്ചിട്ടുണ്ട്. എന്നാൽ അതെടുത്തുകൊണ്ട് വായോ. പിന്നെ ഒരു ജ്യൂസും കൂടെ എടുത്തോ. ഇഞ്ചിയും നാരങ്ങയും മിൻറ്റ് ലീഫും ഒക്കെ ഇട്ടിട്ട്, പിന്നെ ഒരു 2 ടീസ്പൂണ് ഹണിയൊക്കെ ഒഴിച്ചിട്ട് ഒരു ജ്യൂസും കൂടെ എടുത്തിട്ടാ. അപ്പോൾ ജ്യൂസും 5 കൊഴുക്കട്ടെ എന്താ എടുത്തിട്ട് വാ.
ഞാൻ അലീനോട് പറയാം. വേണ്ട വേണ്ട വേണ്ട, അലീനോട് പറയണ്ട, നീ തന്നെ എടുത്തിട്ട് വന്നാൽ മതി. നീയല്ലേ ഇപ്പോൾ ചാടി കയറി തുള്ളി ഇങ്ങോട്ട് വന്നിട്ട് എന്താണ് അച്ഛന് വേണ്ടതെന്ന് ചോദിച്ചത്. അപ്പം നീ അത് എടുത്തുകൊണ്ട് വരാറായിരിക്കണം. എന്താ അത് പിന്നെ എന്താ എന്താ നിനക്കറിയില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇല്ല, എനിക്കറിയില്ല അതൊന്നും ഉണ്ടാക്കാനായിട്ട്. പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് കയറി വന്നത്? അച്ഛൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട്? എനിക്കറിയാം, ബെല്ലടിച്ചപ്പോൾ അലീന സ്റ്റെയർ കേസിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ടാവുന്നു. നീ അവളെ തടഞ്ഞു നിർത്തി അവിടെ താഴ്ത്തു നിർത്തിയിട്ടായിരിക്കും ഇങ്ങോട്ട് ചാടി കയറി പുറപ്പെട്ടത് അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെപ്പോഴും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാ. അവളോ? നിന്നേക്കാൾ 3-4 വയസ്സിന് മൂത്ത താടിയവള്. നീയേ ആലീന ചേച്ചീനെ വിളിക്കാൻ പാടുള്ളൂ. എന്തെന്ന്? ചേച്ചീന്നല്ല, അലീന ചേച്ചി. ശരി, അലീന ചേച്ചിന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് ബബിത കരഞ്ഞു നിൽക്കുന്ന കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. പിന്നെ പ്രമോല് കാണിച്ചിട്ടുള്ളത് അലീനയ്ക്ക് വിഷം കൊടുക്കാനായിട്ട് കമല വിളിച്ചു പറയാണ് കേട്ടോ വൈജയന്തിയോട്. അപ്പോൾ വൈജയന്തി പറയാം അങ്ങനെ ആരെങ്കിലും ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ചെയ്യണം എന്ന് പറയുമ്പോൾ വൈജയന്തി അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുന്നതായിട്ട് പ്രമോല് കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.